കേരളത്തിൽ വിനോദസഞ്ചാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ റൂട്ടിൽ സ്വദേശികളും വിദേശികളുമായി നിരവധി യാത്രക്കാരേറെയുണ്ടെങ്കിലും ബോട്ടുകളില്ല. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച സർവീസ് 3 വർഷം കഴിഞ്ഞിട്ടും പുനരാരംഭിച്ചിട്ടില്ല. ജലഗതാഗത വകുപ്പിന്റെ വെബ്സൈറ്റിൽ സർവീസ് കാണിക്കുന്നതിനാൽ ഒട്ടേറെ പേരാണ് ബോട്ട് അന്വേഷിച്ചെത്തുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. രാവിലെ 10:30 കൊല്ലം, ആലപ്പുഴ ജെട്ടികളിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:30 ആലപ്പുഴയിലും കൊല്ലത്തും യഥാക്രമം എത്തുന്ന 2 ബോട്ടുകളാണ് സർവീസ് നടത്തിയിരുന്നത്. 8 മണിക്കൂർ യാത്രയ്ക്ക് 600 രൂപയാണ് ചാർജ്. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ഈ പാതയിലൂടെയുള്ള ജലഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് ബോട്ട് ജീവനക്കാരുടെ ആവശ്യം. ബോട്ടുകൾ കേടായതിനാലാണ് സർവീസ് പുനരാരംഭിക്കാത്തതെന്ന് അധികൃതർ അറിയിച്ചതായി സ്രാങ്ക് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സ്രാങ്ക് അസോസിയേഷൻ മന്ത്രി KB ഗണേഷ് കുമാറിന് നിവേദനം നൽകിയിട്ടുണ്ട്. സർവീസ് പുനരാരംഭിക്കാത്തത് ചാനലുകളിലെ തടസ്സം കാരണമാണെന്നാണ് ജലഗതാഗത വകുപ്പ് പറയുന്നത്. 2 വർഷത്തോളം സർവീസ് പുനരാരംഭിക്കാത്തത് ചാലുകളിലെ തടസ്സം കാരണമാണെന്നാണ് ജലഗതാഗത വകുപ്പ് പറയുന്നത്. 2 വർഷത്തോളം സർവീസ് നിർത്തിവെച്ചതോടെ ചാലുകളിൽ മണലടിഞ്ഞ് ആഴം കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കി സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പരിശീലനയോട്ടം നടത്തിയിരുന്നു. ഇതിനിടെ വീണ്ടും ഒട്ടേറെ തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. 8 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇടയ്ക്ക് തടസ്സമുണ്ടായാൽ മറ്റൊരു ബോട്ട് എത്തിക്കുക പ്രായോഗികമല്ല. പലയിടങ്ങളിലും ചാലില്ലാത്ത ഭാഗങ്ങളിൽ റൂട്ട് അടയാളപ്പെടുത്തിയതും പ്രതിസന്ധിയാണ്. ചാലുകളിൽ കൃത്യമായി പരിശോധനയും സംരക്ഷണവും ആവശ്യമാണെന്നും അതില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും അധികൃതർ വ്യക്തമാക്കി. റൂട്ടിൽ ഉയരം കുറഞ്ഞ പാലങ്ങളുള്ളതും പ്രതിസന്ധിയാണ്. വേലിയേറ്റ സമയത്ത് യാത്ര തടസ്സപ്പെടും. മുൻപ് വേലിയിറക്ക സമയത്ത് ആഴം കുറവായതിനാൽ ബോട്ട് പാറയിലും മറ്റും തടഞ്ഞു നിന്ന് തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് പോകണമെങ്കിൽ വേലിയേറ്റം വരെ കാത്തിരിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കാൻ പറ്റൂ. മുൻ മന്ത്രി ആന്റണി രാജുവിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. ജലപാതയുടെ പരിപാലനത്തിനായി കേന്ദ്ര സർക്കാർ ഫണ്ട് ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നാണ് വിമർശനം. അറ്റകുറ്റപ്പണി പല ഭാഗങ്ങളിലായി തിരിച്ചാണ് ചെയ്യുന്നത്. അതിനാൽ പലപ്പോഴും പ്രവർത്തികൾ വൈകുന്നു. റോഡിൽ ചെയ്യുന്നത് പോലെ ജലഗതാഗതത്തിലും കൃത്യമായ പരിശോധനകളും അറ്റകുറ്റപ്പണികളും വേണ്ടിവരുമെന്നതാണ് അധികൃതരുടെ പക്ഷം.